മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുക ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ്. അതായത് ഈശോയുടെ വചനപ്രഘോഷണം, ഈശോയുടെ രോഗശാന്തി ശുശ്രൂഷ, ഈശോയുടെ പിശാച് ബാധ ഒഴിപ്പിക്കൽ. ഈ ആദ്യ ഭാഗത്ത് നമ്മൾ 3 തരം ആൾക്കാരെ കാണുന്നുണ്ട്. ഈ 3 തരം ആൾക്കാരും ഈശോയുടെ അടുത്തേക്ക് വരുന്നത് അവിടുത്തെ പരസ്യ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് അറിഞ്ഞ് കേട്ട് അവിടുത്തെ പ്രാഭവം മനസ്സിലാക്കി അറിഞ്ഞു വരുന്നവരാണ്. ഇതിൽ ആദ്യത്തെ കൂട്ടരെന്ന് പറയുന്നത് ജനക്കൂട്ടമാണ്. ജനക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈശോ എന്ന വ്യക്തി ആരാണ്, എന്താണ്, എങ്ങനെയാണ്, അദ്ദേഹത്തിന് എവിടുന്നാണ് ഈ ഒരു ശക്തി ലഭിച്ചത്, ഈ അധികാരം എവിടുന്നാണ് എന്നിങ്ങനെയുള്ള സന്ദേഹങ്ങളും ചോദ്യങ്ങളും അറിയുവാനായിട്ടുള്ള ആകാംക്ഷയും കൗതുകവും ഒക്കെയാണ് അവരുടെ ഉള്ളിലുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു ഒരു കൗതുക വസ്തു മാത്രമാണ്, ഒരു വ്യക്തിത്വം മാത്രമാണ്. അവർക്ക് ഈശോയിൽ നിന്നും ഒന്നും ലഭിക്കേണ്ടതായിട്ടില്ല. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് പിശാച് ബാധിതരായ മനുഷ്യരാണ്. അവർ ഈശോയുടെ അടുത്തേക്ക് വരുന്ന അവൻ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയുകയും അലമുറയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈശോ അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കോ ഒന്നിനും മുതിരാതെ അവരെ ആട്ടിപ്പായിക്കുകയാണ്. പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് ആ മനുഷ്യർക്ക് സൗഖ്യം നൽകുകയാണ് ചെയ്യുക. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് മാതൃകയായി നിലകൊള്ളുന്നത് 3-ാമത്തെ തരം ആൾക്കാരാണ്. അവർ രോഗശാന്തി ആഗ്രഹിച്ച് കടന്നു വരുന്നവരാണ്, സൗഖ്യം ആഗ്രഹിച്ച് കടന്നു വരുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട്, സകലതും നഷ്ടപ്പെട്ട്, സമ്പത്തും നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട്, ആശ്രയമറ്റ് അവർ ജീവിക്കുന്ന അവസരത്തിൽ ഈശോയുടെ മഹനീയമായ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് അറിഞ്ഞ് ഈ മനുഷ്യനിൽ മാത്രമേ ഇനി ആശ്രയമുള്ളൂ, ഇനി രക്ഷയുള്ളൂ, ഇനി സൗഖ്യമുള്ളൂ, സമാധാനമുള്ളൂ, ശാന്തിയുള്ളൂ എന്ന് പരിപൂർണമായി ബോധ്യപ്പെട്ട് വിശ്വസിച്ച് ഉറച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവരാണ്. അവർക്ക് ആവശ്യം കർത്താവിനെയാണ്. കർത്താവിൻ്റെ കരതലോടലാണ് അവർക്ക് ആവശ്യം. അവർ വിശ്വാസത്തോടെ കടന്നു വരികയാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകലതും അവരുപേക്ഷിച്ച് കഴിഞ്ഞു. അവരെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, സൗഖ്യമില്ല, ആരോഗ്യമില്ല, സമ്പത്തില്ല, ആശ്രയിക്കാവുന്ന ആളുകളില്ല. അവർക്കിനി ഏക ആശ്രയം ഈശോ മാത്രമാണ്. ആ ഈശോയിലേക്ക് അവർ പ്രത്യാശയോടെ നോക്കുമ്പോൾ, ആ ഈശോയിലേക്ക് അടിയുറച്ച് വിശ്വാസത്തോടെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സൗഖ്യം ലഭിക്കുകയാണ്, അവരുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുകയാണ്, അവരുടെ ജീവിതത്തിൽ ആനന്ദം ലഭിക്കുകയാണ്, ആശ്വാസം ലഭിക്കുകയാണ്. മിശിഹായിൽ പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇത്തരത്തിൽ സമ്പൂർണമായ സമർപ്പണത്തോടെ, ഇത്തരത്തിൽ സമ്പൂർണമായ വിശ്വാസത്തോടെ ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഒരാളാണ് രക്തസ്രാവക്കാരിയായ സ്ത്രീ. അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ സകല സമ്പത്തും അവളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി അനവധി ആളുകളുടെ അടുത്തേക്ക് പോയി, സിദ്ധന്മാരുടെ അടുത്തേക്ക് പോയി അവൾ ചെലവഴിച്ചു. അവൾക്ക് ഇനി ഒന്നും ചെലവഴിക്കാനില്ല. അവളുടെ രോഗത്തിൽ അവൾ വളരെ അസ്വസ്ഥയാണ്, സങ്കടം ഉള്ളവളാണ്. അവൾ കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഇനി വേറൊരു ആശ്രയമില്ല എന്നുള്ള പരിപൂർണ ബോധ്യത്തോടെയാണ്. അവളുടെ വിശ്വാസമാണ്, ഈശോയിലുള്ള പരിപൂർണമായ ബോധ്യമാണ് അവളെ ഈശോയിലേക്ക് അടുപ്പിക്കുക. അതുതന്നെയാണ് അവൾ ഏറ്റു പറയുന്നതും. അവൾ പറയുന്നത് ഇപ്രകാരമാണ്: ഈശോ എന്നോട് സംസാരിക്കേണ്ട, ഈശോയുടെ കരം എന്നെ തൊടണ്ട, ഈശോ എന്നിൽ നിന്ന് ഒന്നും കേൾക്കേണ്ട, എൻ്റെ യാചന അവിടത്തേക്ക് ആവശ്യമില്ല, മറിച്ച് ഞാൻ അവിടുത്തെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും. അത്തരത്തിലുള്ള ശക്തിയേറിയ ഒരു വിശ്വാസത്തോടെ ഈശോയെ സമീപിക്കുന്ന രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നമ്മൾ കാണുകയാണ്. പ്രിയമുള്ളവരെ, നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ജീവിതം എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയും സന്ദിഗ്ധാവസ്ഥയിലൂടെയുമാണ് നമ്മൾ കടന്നു പോവുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആശ്രയമറ്റ്, നമ്മുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട്, നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നഷ്ടപ്പെട്ട്
സൗഖ്യം നഷ്ടപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആശ്രയിക്കാവുന്നവൻ, പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാവുന്നവൻ ഈശോ മാത്രമാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള വിഷമതകൾക്കും ഉത്തരം അത് ഈശോ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ ശിഷ്യത്വത്തിലേക്ക് നമ്മളെ ഈശോ ക്ഷണിക്കുമ്പോൾ അവിടുന്ന് ആഗ്രഹിക്കുന്ന കാര്യം സമ്പൂർണമായ സമർപ്പണമാണ്. നമ്മളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് മറ്റൊന്നിലും ആശ്രയിക്കാതെ, സമ്പത്തിൽ ആശ്രയിക്കാതെ, വ്യക്തികളിൽ ആശ്രയിക്കാതെ, കഴിവുകളിൽ ആശ്രയിക്കാതെ, സൗന്ദര്യത്തിൽ ആശ്രയിക്കാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ക്രിസ്തുവിൽ ആശ്രയിക്കണം. ക്രിസ്തുവാണ് എൻ്റെ ഏക രക്ഷകൻ എന്നുള്ള പരിപൂർണ ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഓരോരുത്തരും വളരുക. ആ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ക്ഷണിക്കപ്പെടുമ്പോൾ, വിളിക്കപ്പെടുമ്പോൾ വയലിൽ നിധി കണ്ടെത്തിയവനെ പോലെ നമ്മൾ മറ്റെല്ലാത്തിനെയും ഉച്ഛിഷ്ടം പോലെ കരുതിക്കൊണ്ട്, പൗലോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിൽ പറയുന്നത് പോലെ മറ്റെല്ലാത്തിനെയും ഉച്ഛിഷ്ടം പോലെ കരുതിക്കൊണ്ട്, സമ്പത്തിനെ, സൗഭാഗ്യങ്ങളെ, സുഖഭോഗങ്ങളെ, ലോകം നൽകുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാത്തിനെയും ഉച്ഛിഷ്ടം പോലെ കരുതിക്കൊണ്ട് ക്രിസ്തുവാണ് എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധി എന്നുള്ള ബോധ്യത്തോടെ ക്രിസ്തുവിലേക്ക് സമ്പൂർണ്ണ സമർപ്പണം നടത്തുക എന്നുള്ളതാണ് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നൽകുന്ന ദൈവഹിതം. ആമേൻ.